ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. വർഷ കാരണമാണ് നമ്മുടെ ചന്ദ്രമതി താഴെ വീണിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനും രേവതിയെ തന്നെയായിരുന്നു നമ്മുടെ ചന്ദ്ര കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സഹിക്കാൻ വയ്യാതെ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആന്റി, രേവതി ചേച്ചിയല്ല ഈ കാര്യം ചെയ്തത്, ഇത് എന്റെ തെറ്റാണ് എന്ന് സച്ചേട്ടൻ പറയുന്നത് പോലെ തന്നെ എപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആന്റിക്ക് രേവതി ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇനി മേലാൽ അങ്ങനെ ചെയ്തു പോകരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് വർഷം അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. വർഷം അങ്ങ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എരിപിരി കയറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. വർഷം എന്തിനാണ് ഇത്രയും രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന്. അത് കേട്ട ഉടനെ ശ്രുതിയും പറയുന്നുണ്ട്, അമ്മ എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള കാര്യം. ഇന്നലെ രാത്രി അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലോ നമ്മൾ രണ്ടുപേരെയും ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആന്റി എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. രേവതി എന്തെല്ലാമൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ മനസ്സ് മാറ്റുന്നുണ്ട്. അന്ന് തന്നെ രേവതിയുടെ സ്വഭാവം അറിയാലോ, എന്നെ കുറിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ആന്റിയെ കരയിപ്പിച്ചില്ലേ, ഇന്ന് ആന്റിയെ ഇങ്ങനെ വീഴ്ത്തിടുകയും ചെയ്ത്. അവർ രണ്ടുപേരും എന്ത് ഐഡിയയിലുള്ളതെന്നുള്ള കാര്യം ആന്റി നമുക്കറിയില്ലല്ലോ. ആന്റി എന്തായാലും കാലിങ്ങോട്ട് കയറ്റി വെക്കി എന്ന് പറഞ്ഞ് കാലൊക്കെ പിടിച്ച് കയറ്റി വെച്ചിട്ട് മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ശ്രുതി സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ചന്ദ്രയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ രേവതിയോടൊപ്പം ചേർന്നിട്ട് വർഷ കുറച്ച് ആട്ടം കൂടുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഉടനെ എന്നുള്ള കാര്യമാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. തുടർന്ന് രേവതിയാണ് കാണിക്കുന്നത്. ചന്ദ്ര താഴെ വീണിട്ട് അതിൽ അടിപെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ രേവതിക്ക് ഒട്ടും സഹിക്കുന്നില്ല. ഉടനെ തന്നെ രേവതിക്ക് അറിയുന്ന ഒരു ചേച്ചിയെ വിളിക്കുകയാണ്. ആ ചേച്ചിക്ക് കൈവേദ്യമൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അമ്മായിമ്മ വീണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ട ഉടനെ ചേച്ചി ചോദിക്കുന്നുണ്ട്, ആഹാ നല്ല കാര്യമാണല്ലോ എന്ന്. ചേച്ചി, ഒരാൾ താഴെ വീഴുന്നതാണോ ഇത്ര നല്ല കാര്യം? അതുകൊണ്ടല്ല രേവതി, എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കലല്ലേ ആ തള്ളക്ക് പരിപാടി. അതുകൊണ്ട് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ താഴെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഷായമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി, നിന്റെ ഒരു കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ആ പെണ്ണുങ്ങൾ എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മരുന്നും ചോദിച്ച് വിളിച്ചിരിക്കുന്നു. ചേച്ചി പറ ചേച്ചി എന്ന് രേവതി നിർബന്ധിക്കുമ്പോൾ, കഷായം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, നീ നന്നായിട്ട് ചൂട് പിടിച്ചു കൊടുക്ക്. അതിനുശേഷം കിഴി കെട്ടിയിട്ട് ചൂട് പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ കിഴിനകത്ത് എന്തൊക്കെയാ വേണ്ടതെന്നുള്ള കാര്യമൊക്കെ ആ ചേച്ചി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി, ഞാൻ അതൊക്കെ അരച്ചിട്ട് കിഴി കെട്ടിക്കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. സച്ചിയാണെങ്കിൽ അടുക്കളയിൽ വന്ന് നോക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അമ്മയ്ക്ക് കിഴിതാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതി. ഇത് കണ്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി എണ്ണയൊക്കെ ചൂടാക്കി ചെയ്യുന്നത്? അത് അമ്മയ്ക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ അമ്മ നിന്നോട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇല്ല, അമ്മയ്ക്ക് കാലിന് നല്ല വേദന ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, അല്ല രേവതി, നീ ഇപ്പോഴാണോ ഇങ്ങനെ, അതോ ജനിച്ചത് മുതലേ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണേ. അതെന്താ സച്ചേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല രേവതി, നീയാണ് തള്ളിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം നിന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് നീ അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണോ? അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ സച്ചേട്ടാ എന്ന് കരുതിയിട്ട് ഒരാള് താഴെ വീണിട്ട് പരുക്ക് പറ്റി കിടക്കുന്ന സമയത്ത് നമുക്ക് ചുമ്മാ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമോ? ശരി, നീ ഇപ്പം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ ചേച്ചി വിളിച്ച് ചോദിച്ച സമയത്ത് ചൂട് പിടിച്ചു കൊടുത്തിട്ട് കിഴി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നീ രേവതി ഈ സാധനമായിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് നിന്നോടുള്ള ദേഷ്യത്തിന് നിന്റെ മുതുകിലായിരിക്കും അവരെ കിഴി പിടിച്ചു തരാൻ വേണ്ടി പോകുന്നത് എന്ന് കരുതിയിട്ട് സച്ചേട്ടാ നമുക്ക് ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുമോ? രേവതി, നീ എന്താ ഇങ്ങനെ? നീ ഇപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഉടനെ തന്നെ ആഹാ എന്റെ മരുമകൾക്ക് എന്തോ ഒരു സ്നേഹമാണ് എന്നോടെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കോ? സച്ചേട്ടാ, ഞാനതിന് ഇതൊന്നും ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതുമാത്രമല്ല അമ്മയ്ക്കാണെങ്കിൽ നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേടിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ് രേവതി കേട്ടോ. അത് ശരി തന്നെയാണ്. നീ ഇപ്പൊ ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നീ നന്നായിട്ട് മേടിച്ച് കിട്ടേണ്ടി വരും. ഇപ്പൊ നീ ഉണ്ടല്ലോ ഇതും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നടക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു കാര്യം ചെയ്യ്, ഞാനാണ് അമ്മ, നീ അമ്മയ്ക്ക് കിഴി കൊണ്ടു കൊടുക്കുന്നത് പോലെ എൻ്റെ അടുത്തേക്ക് വാ. എന്തിനാ സച്ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞത് നീ കേൾക്ക്, പോയി അമ്മേൻ്റെ അടുത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പോലെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രേവതി ചന്ദ്രയ്ക്ക് കിഴി കൊണ്ടു കൊടുക്കുന്നത് പോലെ സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. രേവതി അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്ര പറയുന്നത് പോലെ തന്നെ സച്ചി പറയുന്നുണ്ടേ. അല്ല അമ്മേ, അമ്മ താഴെ വീണിട്ട് കാലിന് പരിക്ക് പറ്റിയല്ലോ, അപ്പോൾ അമ്മയ്ക്ക് കിഴി പിടിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്ത്? നീയല്ലേ എന്നെ തള്ളിയിട്ടത്, എന്നിട്ട് ഇപ്പോ കിഴി പിടിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നു? കുഞ്ഞിനെ നുള്ളി വിട്ടിട്ട് എന്നിട്ട് നീ തൊട്ടിലാട്ടുന്നോടി? അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമില്ല അമ്മേ, അമ്മയ്ക്ക് വേദന ഉണ്ടാവുമല്ലോ. വേദനയൊക്കെ ഉണ്ട്, എല്ലാം നീ ഒറ്റൊരുത്തി കാരണമാണടി. അമ്മേ, ചൂട് പിടിച്ചിട്ട് കിഴി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. നീ വെറുതെ അഭിനയിക്കണ്ടടി, നിന്നെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലാൻ ചെയ്തിട്ട് എന്നെ മനഃപൂർവ്വം നീ തള്ളിയിട്ടതല്ലേ, നിന്നെ ഒന്നും ഞാൻ ചുമ്മാ വിടില്ല. നിന്നെ ഞാൻ ശരിക്കൊന്ന് ഗവനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ഇതൊന്നും അമ്മ പറയുന്നത് പോലെ ഇല്ലല്ലോ,
സച്ചേട്ടൻ എന്തോ മനസ്സിൽ വെച്ചത് പറയുന്നത് പോലെ ഉണ്ടല്ലോ. ഞാൻ എന്തിനാ രേവതി അങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം അമ്മ നിന്റെ അടുത്ത് പറയും. അതുകൊണ്ട് നീ ഇതൊന്നും എടുത്തോണ്ട് പോവണ്ട. അമ്മ എന്ത് വേണമെങ്കിലും പറയട്ടെ. അല്ലെങ്കിലും ഇതെന്താ എനിക്ക് പുതിയതായിട്ടുള്ള കാര്യമാണോ? പറയുന്നതൊക്കെ അമ്മ പറഞ്ഞോട്ടെ. പക്ഷേ അമ്മയ്ക്ക് വേദനിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് കേട്ടിട്ട് സച്ചിയാണെങ്കിൽ ഒരു ദീർഘശ്വാസം വലിച്ചിങ്ങനെ വിടുന്നുണ്ടേ. രേവതി പറഞ്ഞത് കേൾക്ക്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് കഴിഞ്ഞ് വീണ്ടും ചന്ദ്രയാണ് കേട്ടോ കാണിക്കുന്നത്. മുറിയില് ചന്ദ്രയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രുതി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാലാണെങ്കിൽ എടുത്ത് ഒരു പില്ലോന്റെ മേലെ കയറ്റി വെക്കുവാണേ. ആന്റിക്ക് ഇപ്പോഴും വേദന ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, നല്ല വേദനയുണ്ട്. അല്ല ആന്റി, ആന്റി വരുന്നത് കണ്ടിട്ടും താഴെ എന്താന്നുള്ളതെന്നുള്ള കാര്യം രേവതി പറഞ്ഞില്ലേ? അല്ലെങ്കിലും അവൾ എങ്ങനെയാ ശ്രുതി പറയുന്നത്? എന്നെ വീഴ്ത്തണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ലേ അവൾ ഇതെല്ലാം ചെയ്തത്? അവളെ ഞാൻ എന്തായാലും പിന്നെ നോക്കിക്കോളാം. നീ എന്തായാലും പോവാൻ നോക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ മുറിയിൽ നിന്ന് പറഞ്ഞേക്കാണ്. ശ്രുതി പോകുന്ന സമയത്താണ് രേവതിയാണെന്നുണ്ടെങ്കിൽ ആ കിഴിയെല്ലാം പിടിച്ചിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നത്. രേവതി വന്ന ഉടനെ തന്നെ എന്താടി എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്ര. അമ്മയ്ക്കിപ്പോ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താടി വേദന കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എന്നെ വീഴ്ത്തിയിടാൻ വേണ്ടിയിട്ടാണോ? അതിനൊന്നും വേണ്ടിയിട്ടല്ല അമ്മേ. ഈ കിഴി ചൂടോട് കൂട്ടിയിട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേദന മാറും. എന്താടി നീ എന്താ അഭിനയിക്കാണോ എന്റെ മുമ്പില്? കൊല്ലാൻ വേണ്ടി നോക്കിയിട്ട് പിന്നെ കഷായം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇങ്ങോട്ട് വരുവാണോ? അമ്മേ, കഷായം ഒന്നും കുടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കിഴി പിടിച്ചാൽ മാത്രം മതി. എനിക്കൊരു തേങ്ങയും വേണ്ട. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി നോക്കുവാണോടി നീ? ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അതൊന്നും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും കിഴി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല കുറവുണ്ടാകും. അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് രേവതി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി പോകുന്നത് നോക്കി രേവതി അങ്ങ് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നൈസായിട്ട് അത് എടുത്തിട്ട് കാലിന് ചൂട് പിടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കിഴി പിടിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ കിഴിയുടെ ചൂട് കുറയുവാണ് കേട്ടോ. ചൂട് പോയല്ലോ. പക്ഷെ അവളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് നമ്മളെ പരിഹാസത്തോട് കൂട്ടിയിട്ടല്ലേ നോക്കുള്ളൂ. എന്തായാലും ഞാൻ തന്നെ പോയി ചൂടാക്കാം എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ മെല്ലെ താഴെ വെച്ച് മെല്ലെ 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 അടുക്കളയിലേക്ക് ഇങ്ങനെ പോവുകയാണേ. ചന്ദ്ര അടുക്കളയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റൂൾ വെച്ചിട്ട് ഇങ്ങനെ മേലെ കയറി എന്തോ എടുക്കാൻ വേണ്ടി നോക്കുവാണേ. നീ എന്താടി മേലെ കയറിയിട്ട് ചെയ്യുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതല്ലേ അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് മരുന്ന് അരച്ചിടണമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നോക്കുന്നത്. എടി നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് എനിക്കൊരു തേങ്ങാക്കോലയും വേണ്ട എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നീ എവിടെ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കുമ്പോൾ രേവതി കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൂളിൽ ചന്ദ്രയുടെ കാല് തെറ്റിയിട്ട് ചന്ദ്രയുടെ കാലും വേദനയുണ്ട്. സ്റ്റൂളാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങ് നീങ്ങി പോകുന്നുണ്ടേ. രേവതി അങ്ങനെ സാധനം എടുക്കാൻ വേണ്ടി മേലെ എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഗ്യാസ് കത്തിച്ച് ഈ കിഴി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രേവതിയുടെ കൈ അങ്ങ് വിട്ടു പോവുകയാണ് കേട്ടോ. താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ നോക്കുന്ന സമയത്ത് സ്റ്റൂൾ കാണുന്നില്ല. ചന്ദ്രയുടെ കാല് തട്ടിയിട്ട് അങ്ങ് നീങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ. രേവതി വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് പല സ്ഥലത്തും പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ താഴേക്ക് അങ്ങ് വീഴാൻ വേണ്ടി പോവാണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ സച്ചി വന്നിട്ട് രേവതി അങ്ങ് പിടിക്കുവാണേ. വീഴാതെ. എന്നാൽ രേവതിയുടെ കൈ തട്ടിയിട്ട് മുകളിൽ കോലം വരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി തട്ടി താഴെ വീണ് ചന്ദ്ര മൊത്തത്തിൽ അങ്ങ് പൊടിയിലങ്ങ് കുളിച്ചിങ്ങനെ നിൽക്കുവാണേ. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലൈറ്റർ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. മാറി നിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതി അങ്ങ് ആട്ടിയതിന് ശേഷം അങ്ങ് തല മൊത്തത്തിൽ അങ്ങ് കൊടയാണേ. ശരിക്കും ഒരു പ്രേതത്തിന്റെ ലുക്കിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതെന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ മുകളില് അരിമാവും അതുപോലെ തന്നെ കോലപ്പൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അമ്മയുടെ മേലേക്ക് വീണതാണ്. ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുധിയാണ് കേട്ടോ വരുന്നത്. സുധി വന്ന് അടുക്കളയിൽ നോക്കുന്ന സമയത്ത് ചന്ദ്രയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പ്രേതാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുവാണ്. ഓടി ചെന്നിട്ട് ശ്രുതിയെ അങ്ങ് തട്ടുവാണ്. ശ്രുതി എവിടെ നോക്കിയിട്ടാണ് ഓടുന്നത്? ശ്രുതി ഇത് നോക്കി അടുക്കളയിൽ പ്രേതം നിൽക്കുന്നു. പ്രേതോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി പോയി നോക്കുമ്പോഴേക്കും ചന്ദ്ര അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതി ചന്ദ്രയെ കാണുന്നതും എന്നിട്ട് പേടിക്കുന്നുണ്ട്. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചാണ് വർഷയും വരുന്നത്. വർഷയും ചന്ദ്രയെ കണ്ടിട്ട് അങ്ങ് പേടിക്കുവാണേ. അയ്യോ ഇത് ഏതാ പ്രേതം, ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും എടാ നിനക്ക് ആരാന്നുള്ള കാര്യം മനസ്സിലായില്ലടാ എന്നുള്ള കാര്യം ചന്ദ്രയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആന്റിക്ക് എന്താ പറ്റിയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി വരുന്നത് കാണുമ്പോൾ ഇവള് മനഃപൂർവ്വം എന്റെ തലയിൽ എന്തൊക്കെയോ കൊണ്ടുപോയി ഇട്ടതാണ്. അമ്മ ഞാൻ എങ്ങനെയാണ് അമ്മയുടെ തലയിൽ കൊണ്ടുപോയി ഇടുന്നത്? ഞാൻ തന്നെ വീഴാൻ വേണ്ടി പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് അമ്മയുടെ തലയിടുന്നത്? നീ ചുമ്മാ ഓരോന്ന് പറയണ്ടടി, നീ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് തുള്ളുവാണ് കേട്ടോ ചന്ദ്ര. ആ തുള്ളൽ കാണുമ്പോഴേക്കും സച്ചി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ദേവി കയറിയതാണെന്നുള്ള കാര്യം തോന്നുന്നത്. രേവതി നീ പോയിട്ട് കർപ്പൂരം എടുക്കുക, എന്നാൽ മാത്രമേ ബാധ ഒഴിഞ്ഞു പോകുള്ളൂ എന്നുള്ള കാര്യം തോന്നുന്നത്. എടാ മതി നിർത്തടാ. ഇവള് വേണമെന്ന് വിചാരിച്ചിട്ടാണ് മനഃപൂർവ്വം എന്റെ തലയിൽ ഇതെല്ലാം കൊണ്ടുപോയി കൊട്ടിയത്. നിങ്ങൾ തന്നെ കണ്ടതല്ലേ രേവതി മോളിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴേക്ക് വീണത്. സച്ചിയേട്ടാ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മേലെ കയറി നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയ സമയത്ത് സ്റ്റൂള് കണ്ടില്ല. അതെങ്ങനെ സ്റ്റൂള് താനേ അങ്ങ് നീങ്ങി പോകുന്നത്? എന്താടാ ഞാൻ നീക്കി എന്നുള്ള കാര്യമാണോ നീ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്ന സമയത്ത് ആകാം,
ആവാതിരിക്കാം, വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാലോ. അല്ലെങ്കിലും ഇവളെ തലയിലാണോ എന്റെ പണി? കുരങ്ങനെ പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. രേവതി, നീ എന്തിനാണ് മുകളിൽ കയറിയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. അമ്മയ്ക്ക് മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മുകളിൽ കയറിയത്. ഓ, അതിന്റെ പേരും പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് മൊത്തത്തില് ചായം പൂശിയല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ചിരി തുടങ്ങുവാണേ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റി, ഇതൊന്നായിട്ട് ഹോളി കൊണ്ടാടിയത് പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ. എന്തായാലും ആന്റി ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുവാണേ. നീ എന്താ വർഷം ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്റി, ഞാൻ ആന്റിയുടെ ഫോട്ടോ എടുക്കുകയാണേ. ഇങ്ങനത്തെ കോലത്തിലൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ആന്റി ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് പിന്നെയും ആ മുടിയൊക്കെ അഴിച്ചിട്ട് മാവ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൊടയുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്ക്. കോലമാവ് കോകില എന്ന് പറയുന്നത് പോലെ കോലമാവ് ചന്ദ്ര. വാവ്, ഇത് നല്ല ടാഗ് ലൈൻ ആണ്. ഇത് തന്നെ ഞാൻ ഇപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടാം. അങ്ങനെ ചന്ദ്രയുടെ ഫോട്ടോ എടുത്തത് വർഷയുടെ ഫോണിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വർഷേ അമ്മായിമ്മയുടെ പുതിയ കെറ്റപ്പ് കോലാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലാക്കി കേൾക്കി എന്ന് പറയുന്നുണ്ട്. ആക്കാനല്ലേ പോകുന്നത്. പിന്നെ കൂടുതലായിട്ട് സച്ചി ഒന്നും പറയാൻ നിൽക്കാതെ അങ്ങ് പോകുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ. ആന്റി, എന്തായാലും ഇത് സൂപ്പർ കോലാണെന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആർക്കുവാണേ. അത് കേട്ട് എല്ലാവരും ഓരോ വഴിക്ക് ഓടി പോകുന്നുണ്ട്. ചന്ദ്ര വീണ്ടും കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണേ. ഇന്നിപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ കുളിക്കുന്നത്. ഇനിയും കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ല അസുഖവും വരും. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചന്ദ്രയെ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആന്റി വീണ്ടും കുളിച്ചോ, എന്നിട്ട് ഡ്രസ്സ് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ആ മാവെല്ലാം എന്റെ തലയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് ഡ്രസ്സ് മാറ്റാതെ നിൽക്കുന്നത്? ആന്റി ഒരു കാര്യം അറിഞ്ഞോ? ഈ വർഷം ഒപ്പിച്ച പണി എന്താന്നുള്ള കാര്യം കണ്ടോ? അവൾ എന്താ ചെയ്തതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഫോണിൽ വെച്ചിരിക്കുന്ന ആ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഇതെന്താ ശ്രുതി, ഞാന് മാവ് എന്റെ മേലെ വീണിരിക്കുന്ന ആ കോലം അവള് സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു അവള് ചുമ്മാ കളിക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന്. ആന്റി, അവള് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റസ് വെച്ചിരിക്കുകയാണ്. മൈ ആന്റി കോലമാവ് ചന്ദ്ര ഹാപ്പി ഹോളി എന്നാണ് അവൾ സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നത്. ആന്റി, ഈ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ അവളുടെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന്റിക്ക് എന്ത് മര്യാദ ഉണ്ടാവുക? ആന്റിയെ ഒരു ജോക്കറാക്കി കളഞ്ഞില്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ എരിപിരി കയറുന്നുണ്ട്. വീണ്ടും വീണ്ടും കൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന്റി, വർഷയുടെ അച്ഛനും അമ്മയും ആന്റിയെ കുറിച്ച് എന്താ വിചാരിക്കുക? അവരുടെ കാര്യം വിട്ടേക്ക്. റിലേറ്റീവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് ആന്റിയെ നോക്കി ചിരിക്കില്ലേ? അവളിങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രുതി. ഏതോ വലിയ വീട്ടിലെ പെണ്ണാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കായിരുന്നു. പക്ഷെ ആ പൂക്കിട്ടുന്നവളുമായിട്ട് ചേർന്നിട്ട് എന്നെ ഓരോ ദിവസം നാണക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി, എനിക്ക് തോന്നുന്നത് ഇത് വർഷയെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ്. കാരണം രേവതി എന്തൊക്കെയോ അവളടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇവർ രണ്ടുപേരും ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടില് പിന്നെ എനിക്കൊരു മര്യാദ ഉണ്ടാവില്ല. ഫോണിലെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ആ പൂക്കെട്ടുന്നവൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മേലുള്ള ഭയം അവർക്ക് പോയല്ലേ. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും. അവൾ രണ്ടുമാരെ ഞാൻ വെറുതെ വിടില്ല. എന്താ ആന്റി ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയാം, നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ടേ. എങ്ങോട്ടാ ആന്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, എന്താ ശ്രുതി, നിനക്കും എൻ്റെ മേലുള്ള മര്യാദ പോയോ? എങ്ങോട്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നീ വരുള്ളൂ എന്ന് ചോദിച്ചിട്ട് ശ്രുതിക്ക് നേരെ ചെല്ലുവാണേ. അയ്യോ ആന്റി, അല്ലല്ല, എനിക്കൊരിക്കലും ആന്റിയോടുള്ള മര്യാദ പോകില്ല. ആന്റി റെഡി ആയിക്കോ, ഞാൻ അപ്പത്തേക്ക് ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് പോവാണേ. അങ്ങനെ വർഷയും അതുപോലെ തന്നെ രേവതിയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പുതിയൊരു പദ്ധതി ഇറക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്ര പ്ലാൻ ചെയ്തിന്റെ അതിന്റെ മുകളിൽ പ്ലാൻ ചെയ്തിട്ട് വർഷയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ചന്ദ്രയ്ക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്